ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ നാടൻ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഓൾറെഡി 2 ദിവസം മുന്നേ എടുത്തു കഴിഞ്ഞു. ആ വീഡിയോ എന്ന് പറയുന്നത് കോഴികളുടെ നഖം വെട്ടുന്നതാണ്. കോഴികൾ അറിയാതെ അതിൻ്റെ ചവിട്ടുകൊണ്ട് മുട്ടകളിൽ കൊത്തി കുടിക്കുന്നതല്ല, ചെറിയ ചെറിയ ദൂരം വരുവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ഓൺലൈനിൽ കൂടി വരുന്നത്, അതിൻ്റെ നഖം വെട്ടാനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, കണ്ട ശേഷം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു. ഓക്കെ, ഇത് നഖം കാണില്ലേ? നഖം അടുത്ത് സൂം ചെയ്ത് കാണില്ലേ? ആദ്യം നിങ്ങൾ കോഴിനെ നടത്തി പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ടല്ലേ വെട്ടാൻ പറ്റും. ഇങ്ങനെ പിടി ആദ്യം. വളരെ സിമ്പിളാണ്. ഇല്ല ഇത് കേക്ക് കട്ട് എന്തൊരു പേടി. ഞാനിപ്പോ കട്ട് ചെയ്ത് തീർത്തിന്. ബ്ലഡ് മതി, എത്തിക്കൂടെ കട്ട് ചെയ്യണോ? അങ്ങനെ പറഞ്ഞു വേണ്ട, നമുക്ക് മതിയാ. ഇതൊക്കെ യൂട്യൂബിൽ ഇടുന്ന. അപ്പോൾ നമ്മുടെ കോഴിയുടെ നഖം വെട്ടാനുള്ള പരിപാടിയാണ് ഇത്. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഈ കട്ടർ. ഇത് പൂച്ചയ്ക്ക്, പട്ടിക്ക് എല്ലാം വെട്ടുന്നതാണ്. അപ്പൊ കോഴിക്ക് പ്രത്യേകമായിട്ട് വേറെ ഇല്ല. അപ്പൊ ഇതാണ് ഉചിതമെന്ന് തോന്നി. അത് ഇത് നമ്മള് കോഴി ഇത് ഈ കാലിന്റെ പിറകുവശത്തൊരു നഖമുണ്ട്. ഇത് മുമ്പാകും. ഇത് കാലിന്റെ പിറകുവശത്തായിട്ട്, അതായത് ബാക്കിലായിട്ട് ഒരു ചെറിയ നഖമുണ്ട്. ഈ നഖമാണ് നമ്മൾ കോഴി മുട്ടയിൽ തനിയെ ഉരുണ്ടു വരുന്നതാണ്. എതിർച്ചയുടെ നിന്ന് കഴിഞ്ഞാൽ കോഴിയുടെ കാലുകൊണ്ട് ചവിട്ടുകൊണ്ട് അതിൽ ചെറിയൊരു ഹോള് കണക്ക്. അപ്പൊ നമ്മൾ ചെറിയ വലിയ വൻകിട പാർട്ടി ഒന്നുമല്ലല്ലോ, അപ്പൊ നമുക്കത് വിൽക്കാൻ നോക്കാതെ വരും. അപ്പൊ ഇതുപോലെ നഖം വെട്ടിക്കഴിഞ്ഞാൽ കോഴിയിലെ ചവിട്ടിൽ നിന്ന് ആ മുട്ട രക്ഷപ്പെടും. അതിനാണ് ഞാനത് വരുത്തിയത്. വലിയ വിലയൊന്നുമില്ല. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. ഇതിന്റെ മേൽത്തുണ്ട് ഞാൻ നെയിൽ കട്ടർ വെച്ചാണ് വെട്ടുന്നത്. മേൽത്തുണ്ട് മാത്രം വെട്ടിയാൽ മതി. അല്പം പേരിന് വേണ്ടി വെട്ടിയതിന് ശേഷം ഇതിലൊരു ഫയൽ എന്ന് വെച്ചാൽ ഒരു അരം നമുക്കുള്ളത് ഇതാണ്, അത് വെച്ച് ഇതാക്കാം. പിന്നെ ഈ വെട്ടിയതിന് ശേഷം ഞാൻ ഇതിൽ തേച്ച് കൊടുക്കുന്ന ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ എടുത്തല്ലോ. കോഴികളുടെയൊക്കെ നഖമൊക്കെ വെട്ടി. ഈ നഖം വെട്ടാനുള്ള കാരണം മെയിനായിട്ട് ഇതിന്റെ ഈ കാലിന്റെ പിറകുവശത്ത് ഒരു നഖമുണ്ട്. ഫ്രണ്ടിലുള്ളതല്ല, ബാക്കിലായിട്ട് കാലിലോട് ചേർന്ന്. അപ്പൊ ഇത് കൊണ്ടാണ് മുട്ടയെല്ലാം പൊട്ടിപ്പോകുന്നത്. നിങ്ങളുടെ വീട്ടിലും കോഴി അറിയാതെ ചവിട്ടപ്പം മുട്ട പൊട്ടുമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഹോള് വീണാൽ നമുക്ക് പിന്നെ അത് ആർക്കും കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ നഖം വെട്ടാനുള്ളത് ഓൺലൈനിൽ കൂടി വാങ്ങിച്ചു. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതാണ് നമ്മുടെ കട്ടർ. അപ്പൊ ഇത് ഇവിടെ ഇത് ഒരു ലോക്കാണ്. അതിങ്ങനെ അമർത്തിക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞില്ല, ഇവിടെ ലോക്കാവും. ഓക്കെ, അവിടെ ഇങ്ങനെ കേട്ടോ. ഒരു മുട്ടയും പൊട്ടിയിട്ടില്ല. എന്റെ നഖമൊക്കെ വെട്ടിയപ്പോഴ് മറ്റതും കൂടെ നോക്കട്ടെ എത്ര ഉണ്ടോ. 2 അപ്പൊ ഈ വശത്ത് 10 മുട്ട കിട്ടിയിട്ടുണ്ട്.
ഒരു മുട്ടയും പൊട്ടിയിട്ടില്ല. നവോക്ക് കെട്ടിയോണ്ട് ഒരു മുട്ടയും പൊട്ടിട്ടില്ല. മറുവശത്തും കൂടെ നോക്കിയിട്ട് എത്ര മുട്ട. ഒന്നും പൊട്ടിട്ടില്ല. ചുമ്മാരിയുടെ നോളം ഉണ്ടാക്കണം. ഒരെണ്ണവും പൊട്ടിയിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അതേപോലെ ആരെങ്കിലും കോഴിയെ വളർത്തുന്ന ഇതേപോലെ ചെറിയ ചെറിയ രീതിയിൽ കോഴിയെ വളർത്തുന്നതുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. അവർക്കെല്ലാം ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്ന ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ജയ് ഹിന്ദ്, ജയ് ഭാരത്. നിങ്ങളുടെ സ്വന്തം സുരേഷ് നാടൻ.